ഇവിടെ ഒരു മരുമോനിസം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ധിക്കാരാണ്, അഹങ്കാരം. ഈ ആധുനിക സംവിധാനങ്ങളും ഈ ഭരണ സംവിധാനവും മുഖ്യമന്ത്രി ഉണ്ടായിട്ട് ഈ ആശുപത്രിയുടെ ഗതിയാണിത്. ഈ പറയുന്ന മന്ത്രി ഒരു ഫോൺ ചെയ്താൽ പരിഹരിക്കാൻ കഴിയുന്ന എത്രയോ വിഷയങ്ങൾ. ചാലിയത്തുങ്ങൾ വന്നല്ലോ, ഈ പറയുന്ന വികസനം നട മുട്ടിന് ചളിയാണല്ലോ. നിങ്ങളൊക്കെ തന്നെ അങ്ങോട്ട് ഇറങ്ങിയില്ലല്ലോ. കാരണം ഇറങ്ങണമെങ്കിൽ അവിടെ തന്നെ തോണി വേണം. ഇവിടെ കരയിൽ മാർക്കറ്റിൽ തോണി വേണ്ട അവസ്ഥ ഉള്ള മാർക്കറ്റ് ഈ ചാലിയമാണ്. വളരെ മോശമാണ്, വളരെ മോശം. നിലമ്പൂരിലേക്ക് വെല്ലുവിളിക്കുക മന്ത്രിനെ. 10-67 മെഷീനുണ്ട് ഈ പറയുന്ന ഡയാലിസിസ് നിലമ്പൂരിൽ. അതിൽ 10-30 ഫ്രീ ആയിട്ട് താലൂക്ക് ആശുപത്രിൻ്റെ താഴെയാണ് CHC, അവിടെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്താണ്, ആവശ്യമുണ്ടെങ്കിൽ വേരിലും കായ്ക്കും. പക്ഷേ ഇവിടെ ഒരാവശ്യമില്ല. മൂപ്പര് ഈ പറന്ന് നടന്ന് ഈ റീൽസും വിട്ട് ആളുകളെ പറ്റിക്കാമെന്ന് വിചാരിച്ചിരുന്നു. എവിടെ ഇപ്പം മന്ത്രി? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ അദ്ദേഹം പോയി കണ്ടു. ഫോട്ടോ ഞാൻ കണ്ടു, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ 25 കൊല്ലമായിട്ട് കാന്തപുരം ഉസ്താദിനെ കാണുന്നുണ്ട്, മനസ്സിലായില്ലേ? ഇന്നും ഇന്നലെയല്ല, ഒരാവശ്യത്തിനല്ല അവിടെ പോകാറ്. അദ്ദേഹത്തെ കാണുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട സംവിധാനത്തിൽ ഇടപെടുകയൊക്കെ ചെയ്യുന്ന ആളാണ്. ഇപ്പം പോയിട്ട് എന്താ പറയുക, സലാം അടിക്കേണ്ട ഗതികേട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് നല്ല കാര്യം, ഇപ്പോഴെങ്കിലും ഒരു മനസ്സലിവൊക്കെ തോന്നിയല്ലോ. ഇപ്പോൾ വീണ ജോർജ് മറുപടി പറയും. നിങ്ങൾ നോക്കണം, മന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് ഇത്രയും ദിവസമായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി 2.5 ആഴ്ചയായി നിയമസഭ തുടങ്ങിയിട്ട്. ഈ ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ നിയമസഭാ സമ്മേളനം. ഈ നിയമസഭാ സമ്മേളനത്തിൽ മൂപ്പര് ബേപ്പൂർ കൂടെയാണ്. 3-4 ദിവസമാണ് കേരളത്തിലെ നിയമസഭാ സമ്മേളനത്തിൽ മന്ത്രി പങ്കെടുത്തത്. എന്തിനാ ബേജാറാണ്? ഇന്നലെ ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി പറഞ്ഞു അവിടെ വലിയ അൻവർ നല്ല രീതിയിൽ തോൽക്കും, അൻവറിന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ള പാർട്ടി സെക്രട്ടറി പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു വാർത്തകൾ. ഈ പാർട്ടി സെക്രട്ടറിയുടെ നിലമ്പൂർ വന്നിരുന്നു, നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അവിടുന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു അൻവർ പോയിട്ട് പാർട്ടിക്ക് രോമം പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഈ സെക്രട്ടറി തന്നെ, മനസ്സിലായില്ലേ? അവിടെ മൊത്തം ജനങ്ങൾ വടിച്ചു വിട്ടു, മനസ്സിലായില്ലേ? ഒരു രോമല്ല, എല്ലാം അതാണ് സ്ഥിതി. അതവർ മനസ്സിലാക്കിയാൽ മതി. അപ്പം സ്വാഭാവികമായിട്ടും ഈ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ അവിടെ ഉണ്ടാകേണ്ട മന്ത്രി ഈ മണ്ഡലത്തിൽ കൂടെ ഓടി നടക്കുക എന്തിനു വേണ്ടിയിട്ടാണ്? എന്നിട്ട് എനിക്ക് കുറച്ച് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ അവരെയൊക്കെ കാണുകയും പോവുകയും അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ചില ബന്ധുക്കളൊക്കെ എന്നെ വിളിക്കുകയാണ്. എന്നോർക്ക് ഒന്നും വിചാരിക്കരുത് കേട്ടോ, മൂപ്പര് രാവിലെ വിളിച്ചിരുന്നു, ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. നമുക്ക് വരണ്ടെന്ന് പറയാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വരണ്ടെന്ന് പറയാൻ പറ്റുമോ? ഉച്ചക്ക് വിളിക്കുകയാണ് എൻ്റെ വേറെ ബന്ധുവിന്, എന്നിട്ട് പറയാണ് പിന്നെ മണി 11 ഞാനൊരു തിരക്കാണ്, ഉച്ചഭക്ഷണത്തിനാണ് വരുന്നുണ്ട്, ഉള്ള ഭക്ഷണം മതി കേട്ടോ. എന്നിട്ട് പോയി ഭക്ഷണം കഴിക്കാൻ ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഒന്നും വേണ്ട. നിങ്ങൾ ആലോചിക്കുക എത്രത്തോളം ചീപ്പാണ് അദ്ദേഹം നടത്തുന്ന പ്രവൃത്തി എന്നതിന് ഏറ്റവും വലിയ തെളിവ് നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ.